Hi friends, welcome to SHAHNAZ Easy Tips. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അട്ടാറ് ലോലിപോപ്പിൻ്റെ റെസിപ്പിയുമായാണ്. അപ്പോൾ നമ്മൾ പലതരത്തിലുള്ള ലോലിപോപ്പ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എഗ് ലോലിപോപ്പിൻ്റെ റെസിപ്പിയുമായാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യത്തിനായിട്ട് ഞാനിപ്പോൾ 4 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുട്ടയൊക്കെ ഒന്ന് പുഴുങ്ങിയെടുക്കണം. അപ്പോൾ ഞാനിത് പുഴുങ്ങിയെടുത്തിട്ട് വരാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു മീഡിയം സൈസ് സവാള ചെറുതാക്കി അരിഞ്ഞതാണ്. അതുപോലെ ഒരു വലിയൊരു തക്കാളി ആയതുകൊണ്ട് ഞാനിപ്പോൾ അതിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഒരു ചെറിയൊരു തക്കാളി ആണെങ്കിൽ മുഴുവനായിട്ട് എടുത്തിട്ട് ചെറുതാക്കി അരിയുക. അതുപോലെ ഒരു 2 തണ്ട് വേപ്പില അരിഞ്ഞിടുക. നമ്മൾ ദൂരിലേക്കുമ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് വേപ്പിലയൊക്കെ അരിഞ്ഞിടുന്നതും കഷ്ണങ്ങളൊക്കെ ചെറുതാക്കുന്നതും. ഇതാ നമ്മുടെ മുട്ടയൊക്കെ ഇപ്പോൾ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ മുട്ടയൊക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് അരിഞ്ഞെടുക്കാം. ഇനി നമുക്കൊരു മസാല പോലെ തയ്യാറാക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഈ പാനൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പാനൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നാൽ ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂണോളം പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. പെരിഞ്ജീരകമൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ആ സവാള ഇതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം. നന്നായി വഴറ്റിയെടുക്കൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി. നമ്മളിത് ഉരുളയാക്കുമ്പോൾ ഒന്ന് പിടിക്കാൻ എളുപ്പത്തിന് അങ്ങനെ ആക്കിയെടുത്താൽ മതി. സവാളയൊക്കെ ചെറുതായി വഴറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ആ 2 തണ്ട് വേപ്പില ഇട്ട് കൊടുക്കാം. വേപ്പിലയും ചെറുതായി ഒന്ന് വാടി വരുമ്പോൾ പിന്നെ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളിയൊക്കെ ഒന്ന് വാടി വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂണോളം ഉപ്പിടുന്നുണ്ട്. മുട്ട അതിൻ്റെ പേരിൽ കുറച്ച് ഉപ്പിട്ടാൽ മതി. ഇനി എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. നമ്മളിതിലേക്ക് പച്ചമുളകോ മുളകും പൊടിയൊന്നും യൂസ് ചെയ്യുന്നില്ല, കുരുമുളക് പൊടി മാത്രമാണ്. ഞാനിപ്പോൾ ഒരു 3/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ് ഇടുന്നത്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയാണ്. നല്ലൊരു ഫ്ലേവറിനും മണത്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നത്. ഇനി തന്നെ മതി. ഇനി നമ്മൾ ഇതിലേക്ക് അവസാനമായി ചേർക്കുന്നത് നമ്മൾ നേരത്തെ പുഴുങ്ങി മാറ്റി വെച്ചിരുന്ന നമ്മുടെ മുട്ടയാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് ഇത്രയും തന്നെ മതി. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു. നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചെറിയൊരു ചൂടോടുകൂടി തന്നെ നമ്മളിത് ഉരുളകളാക്കി എടുക്കണം. ഇതുപോലെ ചെറിയ ഉരുളകളാക്കുന്നതാണ് നല്ലത്. നമ്മളിനി ഇത് പൊരിച്ചെടുക്കാനാണ് പോകുന്നത്. ഇതുപോലുള്ള ചെറിയ ചെറിയ ഉരുളകളാക്കി മാറ്റാം. എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ ഉണ്ണിയൊക്കെ ഉള്ളതിൻ്റെ പേരിൽ അത് പൊട്ടി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു മുട്ട കുറച്ച് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓരോ ഉണ്ടകൾ എടുത്തിട്ട് ഈ മുട്ടയുടെ കൂട്ടിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മുടെ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്യുക. അപ്പോൾ ഇനി ഇതുപോലെ ബാക്കിയെല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഞാൻ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പൊരിക്കാനുള്ള പരിപാടികൾ നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ഈ ചട്ടിയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണയൊക്കെ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഓരോ ബോൾസായിട്ട് ഇട്ടിട്ട് കോരിയെടുക്കാം. ഇതിൽ വേവാൻ അങ്ങനെയൊന്നും ഇല്ലല്ലോ, പെട്ടെന്ന് തന്നെ ആവും. ബ്രെഡ് ക്രംസൊക്കെയാണ്. അപ്പോൾ ഫ്ലെയിമൊക്കെ ലോയിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. എടുക്കണ സമയത്ത് ഫ്ലെയിം നന്നായി കൂട്ടി വെക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ എണ്ണ കുടിക്കാൻ ചാൻസ് ഉണ്ട്. പെട്ടെന്ന് തന്നെ തിരിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം.
അപ്പോൾ ഇതാ ഞാൻ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിത് കഴിക്കണ എങ്ങനെയെന്ന് വെച്ചാൽ ഇതുപോലൊരു സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് നമ്മുടെ ലോലിപോപ്പും ഒന്ന് കുത്തി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ കുറച്ച് സോസിൽ ഇതിങ്ങനെ എടുത്തിട്ട് ഒന്ന് ഇങ്ങനെ ഡിപ്പ് ചെയ്ത് കറക്കി എടുത്തിട്ടാണ് നമ്മളിത് കഴിക്കുന്നത്. സൂപ്പർ ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ ഇതുവരെ കഴിക്കാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മസ്റ്റ് ട്രൈ ആണ്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെൽ ബട്ടണും കൂടി മറക്കാതെ ക്ലിക്ക് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള സൂപ്പർ വീഡിയോസുമായി വരുന്നവരെ ബൈ ബൈ.